ഓസ്ട്രേലിയയിലെ റിക്രൂട്ട്മെന്റിന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, കറന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ്, ഒരു മാസീവ് റിക്രൂട്ട്മെന്റും റീലൊക്കേഷൻസും 186 ഒക്കെ കുറഞ്ഞു, അത് സത്യമാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി അവസരങ്ങൾ ഇവിടെ സ്റ്റിൽ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. കുറേ ആപ്ലിക്കേഷൻ അയക്കണം, കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ അയക്കുക. ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണെന്ന് ഞാൻ പറയാം. മെയിനായിട്ടും ഓരോ സ്റ്റേറ്റിനും, ഓസ്ട്രേലിയയിൽ ഓരോ സ്റ്റേറ്റിനും ഗവൺമെന്റ് സൈറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്യൂൻസ്ലാൻഡിന് സ്മാർട്ട് ജോബ്സ് എന്ന് പറയുന്ന സൈറ്റ്, ന്യൂ സൗത്ത് വെയിൽസിന് ഐ വർക്ക് ഫോർ NSW. ഇങ്ങനെ ഈക്വൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാത്വേ ആണ് ജോബ് സൈറ്റ്സ്. ഇൻഡീഡ്, സീക്ക്, ജോറ ഇങ്ങനെയുള്ള ജോബ് സൈറ്റ്സിൽ ഒത്തിരി വേക്കൻസീസ് വരും. കാരണം റീജിയണൽ ആയിട്ടുള്ള എംപ്ലോയേഴ്സ്, എസ്പെഷ്യലി പ്രൈവറ്റ് ഓൺഡ് ഓർഗനൈസേഷൻസ് അങ്ങനെയുള്ളവർ, പിന്നെ അതേപോലെ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോം, ചെറിയ എംപ്ലോയേഴ്സ്, അവരെല്ലാം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഏജൻസിനെക്കാട്ടിലും കൂടുതലായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ടും ഈ സൈറ്റ്സിനെ. മറ്റൊരു കാര്യം, ഈ പറയുന്ന ഏജൻസീസ്, ഒത്തിരി ഏജൻസീസ് ഉണ്ട്. CCM, CPL അതുപോലെയുള്ള ഒത്തിരി ഏജൻസീസ്, പിന്നെ നമ്മുടെ മലയാളികളുടെ തന്നെ കുറേ ഏജൻസീസ് ഉണ്ട്. ഇവരൊക്കെ കോൺടാക്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ മാസീവ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നിങ്ങളുടെ കറണ്ട് ജോലി റിസൈൻ ചെയ്തിട്ട് ജോബ് ഹണ്ട് ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയയാണ് നിങ്ങളുടെ ഡ്രീം കൺട്രി എങ്കിലും കറണ്ട് ജോബ് റിസൈൻ ചെയ്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാൻ പറ്റുന്ന ഒരു സമയമല്ല, ഓസ്ട്രേലിയൻ ജോബ് തപ്പാൻ പറ്റുന്ന ഒരു സമയമല്ല ഇത്. കാരണം മാസീവ് റിക്രൂട്ട്മെന്റ് ഇപ്പം നടക്കുന്നില്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ട് സ്റ്റേ വേറെവർ യു ആർ, പിന്നെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ജോബ് സെർച്ച് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അഫ്ര രജിസ്ട്രേഷൻ ഇയർലി റിന്യൂ ചെയ്യുക. കാരണം ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ്, മാസീവ് റിക്രൂട്ട്മെന്റ്സ് ഇനിയും വരും ഒരു 3 or 4 years കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഓസ്ട്രേലിയയിലെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നേഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയർലി റിന്യൂവൽ തരും. ഒരു കോമൺ ടൈമിലാണ് അഫ്രയുടെ രജിസ്ട്രേഷൻ റിന്യൂവൽ വരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇമെയിൽ കിട്ടും. അപ്പം അഫ്ര രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, കീപ്പ് ഓൺ റിന്യൂവിങ് ഇറ്റ്. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, നിങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് 482 വിസയിൽ വരാൻ പറ്റുമോ. എംപ്ലോയർ ഞങ്ങളോട് 6 months അല്ലെങ്കിൽ 1 year കഴിയുമ്പം ഈ പറയുന്ന പോലെ 186 തരാമെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന കേസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഓഫർ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 482 നമുക്ക് സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മെഡിക്കെയറും പിന്നെ ചൈൽഡ് എഡ്യൂക്കേഷനും, അതിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു PR-നെക്കാട്ടിലും താഴ്ന്നു നിൽക്കുന്ന ആ വിസ. അപ്പോൾ ആ ഒരു വിസയിൽ നമുക്ക് 6 months or 1 year നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. 186 തരാമെന്ന് എംപ്ലോയർ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ കൺഫർമേഷൻ വാങ്ങുക, ധൈര്യമായിട്ട് ആ വിസയിൽ കയറി വരിക. 482 സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഏജ് നോക്കണം. കാരണം എംപ്ലോയർ ഒരിക്കലും ഇമിഗ്രേഷൻ ലോസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടല്ല നിങ്ങൾക്ക് ഓഫർ വരുന്നത്. അവരുടെ പോളിസി 482 കൊടുക്കും, അത് 6 months കഴിയുമ്പോൾ 186 കൊടുക്കാന്നാണെങ്കിൽ, അല്ലെങ്കിൽ 1 year കഴിയുമ്പോൾ 186 കൊടുക്കാന്നാണെങ്കിൽ, നിങ്ങൾക്ക് 44.5 ആണെങ്കിൽ, 44 years ഓൾഡ് ആണെങ്കിൽ പോലും അവർ നിങ്ങളോട് പറയും നിങ്ങൾക്ക് അങ്ങനെ തരാമെന്ന് പറയും. പക്ഷേ നിങ്ങളുടെ ഏജ് നിങ്ങൾ നോക്കണം. കാരണം 45 years കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയർ വിചാരിച്ചാലും അവർക്ക് നിങ്ങൾക്ക് 186 ഇടാൻ പറ്റില്ല, ഏജിന്റെ ബാരിയർ ഉള്ളതുകൊണ്ട്. പക്ഷേ അതേസമയം അവർക്ക് ഡാമ എഗ്രിമെന്റ് ഉള്ള എംപ്ലോയർ ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഡാമ എഗ്രിമെന്റ് ഉള്ള എംപ്ലോയർ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അവരോട് ചോദിക്കുക നിങ്ങൾക്ക് ഡാമ എഗ്രിമെന്റ് ഇൻ പ്ലേസ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ 482 അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോബ് സെർച്ച് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്റ്റ് OBA ചെയ്യുക. OBAക്കകത്ത് NCLEX RN പാസ്സാവണം, IELTS പാസ്സാവണം, അതുപോലെ OSCE എക്സാം പാസ്സാവണം. അതാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയക്ക് വരാനുള്ള രജിസ്ട്രേഷൻ എടുക്കാനുള്ള നേഴ്സസിന്റെ പാത്വേ. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കാം. ന്യൂസിലൻഡിൽ ഇപ്പം ക്യാപ്പ് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പം OSCE ആണ് അവിടെ. അപ്പോൾ ആ OSCE എക്സാം പാസ്സായി അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ട്രാൻസ് ടാസ്മാൻ പാത്വേ എന്ന് പറഞ്ഞിട്ടൊരു പാത്വേ വഴി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫ്ര രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ ഈ 2 പാത്വേ യൂസ് ചെയ്യുക. പിന്നെ അല്ലാതെ സ്ട്രീം A വേറെ പാത്വേ ഒക്കെ ഉണ്ട്. അതായത് കാനഡ, അമേരിക്ക അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ആണ്, അല്ലെങ്കിൽ ആ ബേസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നേഴ്സിംഗ് പഠിച്ചവർക്ക് ഒരു സ്ട്രീം A പാത്വേയും കൂടെ ഉണ്ട്. അത് നമ്മുടെ കോമൺ ആയിട്ട് അങ്ങനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ലൊരു ജോബ് ഹണ്ടിങ് ആശംസിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെത്തി അവിടെ ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.